കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ജന്മാശാരി അനുവാദം വാങ്ങുന്ന ഒരു ചടങ്ങാണ്. കണ്ണൂർ വളവട്ടണം ശ്രീ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ചില ഉത്സവ കാഴ്ചകളാണ്. ഈ തോട്ടത്തിൽ കൊയ്യ തോട്ടത്തിൽ ഈ മുടി വെക്കുന്ന എല്ലാവരും ഈ എത്ര മുടിയാണ്? 6 മുടിയോ? 7 മുടി. ഭഗവതിന്റെ തിരുമുടി അടക്കം 7 അല്ലേ? അപ്പോൾ അവർ തോറ്റത്തിന് വേണ്ടി ഇപ്പോൾ വരും. അതാണ് ഇപ്പോഴത്തെ ചടങ്ങല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അല്ലേ. നിങ്ങളെ പേരൊന്ന് പറയാം. തൊഴാതി തിരുമല കുഞ്ഞിരാമൻ പെരുമല അല്ലേ? തൊഴാതി തിരുമല ആചാരം കുഞ്ഞിരാമൻ തിരുമല. അതെ അല്ലേ? പേര് കുഞ്ഞിരാമൻ. നമ്മളെ ആചാരം തൊഴാതി തിരുമല. അങ്ങനെയാണല്ലേ? ഇത് കെട്ടാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? ഇവരാണ് ചെയ്യും. അതെ, നിങ്ങളെന്ന അധികാരം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അവകാശം, നിങ്ങളുടെ അവകാശം. നമ്മളെ അവകാശം കുറുമ്പുവഴി വായിക്കരുത്. കുറുമ്പുവഴി വായിക്കരുത്. ചീനിക്കുഴൽ വായിക്കരുത്. തെയ്യത്തിന് വിളിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ പേര് ചീനിക്കുഴൽ. തെയ്യത്തിന് വിളിക്കുന്നതുകൊണ്ടാണ് ചീനിക്കുഴൽ അല്ലേ? അതാണ് അവിടെ വെച്ചതല്ലേ? അതെ, അവിടെ കണ്ടല്ലോ. അതെടുക്കാം. ഇത് വന്നിട്ട് ഈ പരമ്പരയായിട്ട് നമ്മളിങ്ങനെ ഇതാണ് ചീനിക്കുഴൽ. തെയ്യത്തിന് വിളിക്കുന്നതുകൊണ്ടാണ് ചീനിക്കുഴൽ എന്ന് പറയുന്ന പേര് വന്നത്. ക്ഷേത്രപാലകൻ തെയ്യത്തെ കെട്ടിയത് പുറത്ത് ടാറ്റു കുത്തിയ ഇദ്ദേഹമാണ്. സാഗർ എന്നാണ് പേര്. ഇത്തവണ തെയ്യം കെട്ടിയവരെല്ലാം ക്ഷേത്ര സന്നിധിയിലേക്ക് പോയി അവിടുന്ന് തോറ്റം ചൊല്ലുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് അവർ പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിറക്കൽ രാജകുടുംബത്തിന്റെ കുടുംബക്ഷേത്രമാണ് വളവട്ടണം പുഴയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം. ഭദ്രകാളിയുടെ ഉഗ്രരൂപമാണ് ശ്രീകോവിലിലെ പ്രതിഷ്ഠ. പ്രാചീന ആയോധന കലയായ കളരിപ്പയറ്റിന്റെ മാതാവായി കളരിവാതുക്കൽ ഭഗവതിയെ കണക്കാക്കുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രം ബോർഡിന്റെ എ കാറ്റഗറിയായി തരംതിരിച്ചിട്ടുണ്ട്. കളരി വാതിൽക്കൽ എന്ന വാക്കിൽ നിന്നാണ് കളരിവാതുക്കൽ ഉണ്ടായത്. 2 പ്രധാന ഉത്സവങ്ങളാണ് ശ്രീകോവിലിൽ നടക്കുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ പൂരം ഉത്സവം 9 ദിവസം, മലയാള കലണ്ടർ മാസമായ മീനത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് ഉത്രം നക്ഷത്രത്തിൽ അവസാനിക്കുന്നു. 7-ാം ദിവസം വിഗ്രഹം ശ്രീ ശിവേശ്വരം ക്ഷേത്രത്തിൽ എത്തിച്ച് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കും അതിനുശേഷം കരിമരുന്ന് പ്രയോഗത്തോടെ തിരികെയും കൊണ്ടുപോകും. കളരിപ്പയറ്റ് പ്രകടനത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. തായമ്പക, പൂരക്കളി തുടങ്ങിയ സംഗീതപരവും പരമ്പരാഗതവുമായ കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ജൂണിൽ മറ്റൊരു ഉത്സവമായ കലശം 1 വർഷത്തെ തെയ്യക്കാലം ഇതോടുകൂടി സമാപിക്കുന്നു എന്നാണ് പൊതുവെ പറയുക. നവരാത്രി, ശിവരാത്രി, വിഷുവിളക്ക്, 10-ാം ഇടവത്തിലെ പെരുങ്കളിയാട്ടം,
കർക്കിടകത്തിലെ നിറപുത്തരി എന്നിവയാണ് മറ്റ് ആഘോഷങ്ങൾ. ഏഴ് തെയ്യങ്ങളാണ് ഇവിടെയുള്ളത്. രുചിത്ത് വിധാനത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കണ്ണൂർ ജില്ലയിലെ ശാക്തേയ പൂജ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് കളരിവാതുക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവുകയില്ലല്ലോ.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ, താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ഓം.